പ്രിയദർശൻ എന്ന സംവിധായകൻ ഗംഭീരമായ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. അത് മോളിവുഡിൽ മാത്രമല്ല അങ്ങ് ബോളിവുഡിൽ നിരവധി സിനിമകളാണ് പ്രിയദർശൻ തന്റെ ഫേവറേറ്റ് നായകനുമായി ഒന്നിച്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ മോളിവുഡിൽ എത്തുമ്പോൾ തന്റെ പ്രിയപ്പെട്ട നായകൻ മോഹൻലാലിനെ വെച്ചും സിനിമ ചെയ്യാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. അപ്പോഴാണ് ബോളിവുഡിന് തന്നെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നായ ഹേരാ ഫേരി വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രിയദർശനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. ബോളിവുഡിൽ ഏറെ ആരാധകരുള്ള ഫ്രാഞ്ചൈസിയാണ് ഹേരാ ഫേരി. മലയാളത്തിലെ എവർ ക്ലാസിക് ചിത്രമായ റാംജി റാവു സ്പീക്കിങ്ങിനെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ഹേരാ ഫേരി എന്ന സിനിമയിലൂടെയാണ് ഈ ഫ്രാഞ്ചൈസി ആരംഭിച്ചത്. പിന്നാലെ ഇതിന് ഒരു രണ്ടാം ഭാഗവും പുറത്തിറങ്ങിയിരുന്നു. അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, പരേഷ് റാവൽ എന്നിവരായിരുന്നു ഈ ഫ്രാഞ്ചൈസിയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ അടുത്ത് ഹേരാ ഫേരി ഫ്രാഞ്ചൈസിയിൽ ഒരു മൂന്നാം ചിത്രം ഉണ്ടാകുമെന്ന് പ്രിയദർശൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഈ മൂന്നാം ഭാഗത്തിൽ നിന്നും താൻ പിന്മാറുന്നു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പരേഷ് റാവൽ. ഇപ്പോൾ ബോളിവുഡ് ഹംഗാമയോടാണ് നടൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. നടന്റെ ഈ പ്രതികരണത്തിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ച ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പരേഷ് റാവൽ ഇല്ലെങ്കിൽ ഹേരാ ഫേരി ഇല്ലെന്നും അദ്ദേഹമാണ് ഈ ഫ്രാഞ്ചൈസിയുടെ നട്ടെല്ലെന്നും പല ആരാധകരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട്. പരേഷ് റാവൽ ഇല്ലാത്ത പക്ഷം ഈ ഫ്രാഞ്ചൈസിക്ക് ഒരു മൂന്നാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നും ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല ആശയപരമായ വ്യത്യാസങ്ങളെ തുടർന്നാണ് നടൻ സിനിമയിൽ നിന്നും പിന്മാറിയത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെ ഈ സിനിമയുടെ തിരക്കഥ മോശമായിരിക്കുമോ എന്ന സംശയവും പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്നുണ്ട്. ചിത്രം ഒരു പരാജയമായി മാറുമെന്ന് ചിലർ സോഷ്യൽ മീഡിയയുടെ വിധി എഴുതുന്നുണ്ട്. എന്നാൽ പരേഷ് റാവൽ ഈ ചിത്രത്തിന്റെ ഭാഗമാകുമെന്നും ചിത്രവുമായി അടുത്ത ചില വൃത്തങ്ങൾ ഉദ്ധരിച്ച് ബോളിവുഡ് ഹംഗാമ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. റാംജി റാവു എങ്ങനെയാണോ മോളിവുഡിൽ തരംഗമുണ്ടാക്കിയത് അതിലും മുകളിലുള്ള തരംഗമാണ് ബോളിവുഡുകാർക്ക് ഹേരാ ഫേരി എന്ന ചിത്രം ഉണ്ടാക്കിയത്. റാംജി റാവുവിന്റെ ഹിന്ദി റീമേക്ക് ആണ് ഹേരാ ഫേരി. അവരുടെ ഏറ്റവും കോമഡി ചിത്രങ്ങളുടെ ഫസ്റ്റ് ലിസ്റ്റിൽ ഹേരാ ഫേരിയാണ് ഉള്ളതെന്നും ഓർക്കണം. അത്രയ്ക്ക് ക്ലാസിക് ആണ് അവർക്ക് ആ ചിത്രം. അപ്പോൾ അതിൽ പരേഷ് റാവൽ അവതരിപ്പിച്ചത് ഇന്നസെന്റ് അവതരിപ്പിച്ച മാന്നാർ മത്തായിയുടെ വേഷമാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രമില്ലെങ്കിൽ ആ ചിത്രമില്ല എന്ന് പറയുന്നതിൽ ബോളിവുഡുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് സത്യം തന്നെയാണ്. കൂടാതെ പരേഷ് റാവൽ അതിഗംഭീരമായി അവതരിപ്പിക്കുകയും ചെയ്തു. ബോളിവുഡിൽ ഇങ്ങനെ ചില ഗംഭീര ചിത്രങ്ങളുമായി പ്രിയദർശൻ വരാൻ പോകുമ്പോൾ വലിയ ക്യൂരിയോസിറ്റിയോടുകൂടിയാണ് ബോളിവുഡിലെ പ്രേക്ഷകർ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മലയാളത്തിലും. കാരണം മലയാളത്തിൽ അദ്ദേഹം തന്റെ 100ാമത്തെ ചിത്രം മോഹൻലാലിനൊപ്പം ഒരുക്കാൻ പോകുന്നു. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന് ശേഷം ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുകയാണ്. പക്ഷേ ഇത്തവണ ഇവർ ഒന്നിക്കുമ്പോൾ അതൊരു ഒന്നൊന്നര ഒന്നിക്കലാകാനുള്ള സാധ്യത വളരെ കൂടുതലും. പ്രിയദർശന്റെ കരിയറിലെ 100ാം സിനിമയ്ക്ക് വേണ്ടിയാണ് മോഹൻലാൽ ഡേറ്റ് നൽകിയിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ചിത്രം നിർമ്മിക്കുമെന്നാണ് കേൾക്കുന്നത്. പ്രിയദർശന്റെ ആദ്യ ചിത്രത്തിൽ താനായിരുന്നു നായകനെന്നും ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ 100ാം സിനിമയിലും നായകനാകാൻ ഒരുങ്ങുന്നുവെന്നും കഴിഞ്ഞ മാർച്ചിൽ പിങ്ക് വില്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞിരുന്നു. അതേസമയം മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. 2016 പുറത്തിറങ്ങിയ ഒപ്പമാണ് ഇരുവരും ഒന്നിച്ച വമ്പൻ സൂപ്പർ ഹിറ്റ്. അത് പ്രിയദർശന്റെ ഒരു തിരിച്ചറിവ് കൂടിയായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് മോഹൻലാലും. ഇപ്പോഴിതാ വീണ്ടും ഇവരൊന്നിക്കുമ്പോൾ ഇനി ഒരു പഴികൾക്കും ഇടം കൊടുക്കാതെ ഒരു ഗംഭീര തിരിച്ചറിവിനുള്ള സാധ്യത അവിടെ ഒരുങ്ങുകയാണ്. ഇത്തവണ പ്രിയദർശനും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലുമാണ്. ഇവർ രണ്ടുപേരും മരക്കാരന് ശേഷം ഒരു ബോക്സിംഗ് ചിത്രത്തിലൂടെ ഒന്നിക്കാൻ പോകുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു. അടുത്തിടയ്ക്ക് മോഹൻലാൽ ബോക്സിംഗ് ക്ലബ്ബിൽ പരിശീലനം നടത്താനായി പോയി എന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതൊക്കെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ ഈ ബോക്സിംഗ് ചിത്രം തന്നെ ഇവരുടേതായി വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. മറ്റേതെങ്കിലും ഒരു ചിത്രത്തിലൂടെ ഇവർ 100ാം ചിത്രവുമായി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും മോഹൻലാൽ പ്രിയദർശൻ ഒന്നിക്കാൻ പോകുന്ന 100ാം ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇവരിപ്പോൾ മീറ്റ് ചെയ്തും കഴിഞ്ഞു. അങ്ങനെ രണ്ട് ഇൻഡസ്ട്രിയിലും പ്രിയദർശൻ വമ്പൻ തിരിച്ചുവരവാണ് തന്റെ സിനിമകളിലൂടെ നടത്താൻ പോകുന്നത്.